Hi friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻസ്. GST 9(5) ഇത് പറയുന്നത്, സെക്ഷൻ 9(5) ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി നമുക്കറിയാം സപ്ലയർ ആണ് GST പേ ചെയ്യേണ്ടത്. RCM വരുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന കേസിൽ റെസിപ്പിയന്റ് GST പേ ചെയ്യണം. ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ഇവർ രണ്ടുപേരും അല്ലാതെ, സപ്ലയറും റെസിപ്പിയന്റും അല്ലാതെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ GST പേ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എന്താണ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ? വെരി സിമ്പിൾ. നമ്മള് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയോ കൊമേഴ്സ് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നതാണ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഉദാഹരണത്തിന് ഊബർ, ഓല, സ്വിഗ്ഗി, സൊമാറ്റോ ഇതുപോലുള്ള ഫോണിലുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഉദാഹരണത്തിന് പറയാം. അപ്പൊ ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എറണാകുളത്ത് വൈറ്റില നിന്ന് എടപ്പള്ളിയിലോട്ട് പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഫോണിൽ ഊബർ ഞാൻ വിളിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ലൊക്കേഷൻ എവിടെയാണ്, എനിക്ക് എവിടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഊബർ, അതായത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ഒരു സപ്ലയറിനെ അറിയിക്കും. ആരാണ് സപ്ലയർ? ഈ ഊബറിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികൾ ഉണ്ടാവില്ലേ, കാറുകൾ ഉണ്ടാവില്ലേ? അപ്പൊ അയാളോട് ഡയറക്ഷൻ കൊടുക്കും. എന്താ ഡയറക്ഷൻ? വൈറ്റിലയിൽ ഒരാൾ കയറാനുണ്ട്, ആളെ കൊണ്ടുപോയിട്ട് എടപ്പള്ളിയിൽ ഇറക്കും. ഇതാണ് നമ്മളുടെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ചെയ്യാൻ പോകുന്ന പരിപാടികൾ. ഓക്കെ അല്ലേ? യെസ്. ഇതില് ഈ സിറ്റുവേഷനിൽ ആരാണ് GST കൊടുക്കേണ്ടത്? നോർമലി നമുക്കറിയാം സപ്ലയർ ആണ് GST കൊടുക്കേണ്ടത്. ചില സിറ്റുവേഷൻസിനകത്ത് റെസിപ്പിയന്റ് GST കൊടുക്കേണ്ടി വരും. ഈ സിറ്റുവേഷനകത്ത് രണ്ടുപേരും അല്ല, ആരാണ് കൊടുക്കേണ്ടത്? ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആയ ഊബർ ആണ് കൊടുക്കേണ്ടത്. നിലവിലെ 5 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു അമെൻമെന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം. ഇപ്പോ ആദ്യത്തെ ഐറ്റം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ യൂസിങ് വാട്ട്? റേഡിയോ ടാക്സി, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, മോട്ടോർ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ, ഊബർ, ഓല. ഓക്കെ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ യൂസിങ് ഒമിനി ബസ്. വലിയ ബസ് ഉണ്ടാവില്ലേ, അത്യാവശ്യം സൈസുള്ള ബസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു. അതായത് ഇവിടെ എക്സെപ്റ്റ് ഒമിനി ബസ് ആണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ബസ് അല്ലാത്ത ഐറ്റംസ് മുകളിൽ പറയുന്നു, ബസ് ഐറ്റം താഴെ പറയുന്നു. ഫോർ എക്സാമ്പിൾ റെഡ് ബസ്. എക്സാക്ട്ലി ഊബർ ഓലയും ചെയ്യുന്ന പരിപാടി തന്നെയാണ് റെഡ് ബസ്സും ചെയ്യുന്നത്. ദെൻ അക്കോമഡേഷൻ സർവീസസ്. ഫോർ എക്സാമ്പിൾ അക്കോമഡേഷൻ സർവീസസിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അഗോഡ ആപ്പ്. സപ്പോസിംഗ്ലി ഞാൻ ബാംഗ്ലൂർ പോവാണ്, എനിക്ക് അവിടെ സ്റ്റേ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഫോണിൽ അഗോഡയിൽ നോക്കൂ, ഒരു നല്ല എന്താ പറയാ, ഈ പറയുന്ന ഹോട്ടൽ തപ്പി കണ്ടുപിടിക്കും. അതിൽ ഞാൻ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്യും. അഗോഡ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. അല്ലെങ്കിൽ നമുക്ക് booking.com ഇങ്ങനെയൊക്കെ ആപ്പുകളില്ലേ? യെസ്. ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഫോർ എക്സാമ്പിൾ അർബൻ ക്ലാപ്പ് അല്ലെങ്കിൽ അർബൻ കമ്പനി, അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഫോണിൽ നോക്കിയാൽ കാണാൻ പറ്റും. റെസ്റ്റോറന്റ് സർവീസ്, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സൊമാറ്റോ, സ്വിഗ്ഗി എക്സെട്ര. ഈ 5 ഐറ്റവും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു 9(5)ല്. അപ്പൊ ഈ 5 കേസിലും ആരാണ് GST പേ ചെയ്യേണ്ടത്? ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് GST പേ ചെയ്യേണ്ടത്. അതായത് ഊബർ, ഓല, റെഡ് ബസ്, അഗോഡ, booking.com, അർബൻ ക്ലാപ്പ്, സൊമാറ്റോ, സ്വിഗ്ഗി, ഇവരാണ് എന്ത് കൊടുക്കേണ്ടത്? GST കൊടുക്കേണ്ടത്. കറക്റ്റ് അല്ലേ? യെസ്. നൗ ഇത് നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്തായിരുന്നു? താർ എന്നായിരുന്നു അല്ലെ? താർ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ 2 തവണ വരുന്നുണ്ട് അല്ലെ? 2 ട്രാൻസ്പോർട്ടേഷൻ, ഹൗസ് കീപ്പിംഗ്, അക്കോമഡേഷൻ, ദെൻ റെസ്റ്റോറന്റ് സർവീസ്, അങ്ങനെ താർ. ഓക്കെ അല്ലേ? യെസ്. 5 സർവീസസ്. നൗ ഇവിടെ ഒരു പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത മെയ്, നിങ്ങൾ CA സ്റ്റുഡൻസ് ആണെങ്കിൽ മെയ് അറ്റംപ്റ്റിലേക്ക്, CMA സ്റ്റുഡൻസ് ആണെങ്കിൽ ജൂൺ അറ്റംപ്റ്റിലേക്ക്, 2026 അടുത്ത് വരാൻ പോകുന്ന അറ്റംപ്റ്റിലേക്ക് ഇത് വരുന്നതാണ്. സോ ലോക്കൽ ഡെലിവറി സർവീസസ്. സപ്പോസിംഗ്ലി എനിക്ക് എൻ്റെ വീട്ടിലുള്ള പഴയ ഗുഡ്സ് ഒക്കെ വേറൊരാൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കണം. സോ അതിന് ഞാൻ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് പോർട്ടർ ആപ്പ്. ജസ്റ്റ് ലൈക്ക് ഊബർ പോലെ തന്നെ ഒരു ആപ്പാണ്. ലൈക്ക് നമ്മൾ എന്ത് ചെയ്യും? എന്റെ ലൊക്കേഷൻ ഇതാണ്, ഇന്ന സാധനങ്ങൾ എടുക്കാനുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യൂ എന്ന് പറയും. ദെൻ അഗെയിൻ ഇവിടെ എന്ത് ചെയ്യും? അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത, ഫോർ എക്സാമ്പിൾ ഒരു ലോറി ഡ്രൈവർ ഉണ്ടായിരുന്നു, പുള്ളീനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വിടുന്നു. ഇവിടെ വന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് എനിക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടേ വിടുന്നു.
നൗ ഈ ഒരു കേസിലും ആരാണ് GST പേ ചെയ്യേണ്ടത്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആയ പോർട്ടർ തന്നെയാണ്. സോ 6 സിറ്റുവേഷൻ ആരാണ് പേ ചെയ്യേണ്ടത് GST? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഓക്കെ, രണ്ട് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, നോർമൽ ട്രാൻസ്പോർട്ടേഷൻ, ഒമിനി ബസ് യൂസ് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസ്, അക്കോമഡേഷൻ സർവീസ്, റെസ്റ്റോറന്റ് സർവീസ്, അങ്ങനെ 5 സർവീസസ്. ദെൻ ഫൈനലി ലോക്കൽ ഡെലിവറി സർവീസ്. എന്താണ് ലോക്കൽ ഡെലിവറി സർവീസസ്? അപ്പൊ നമുക്കിത് അപ്ഡേറ്റ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റാം? മഹീന്ദ്രയുടെ വണ്ടിയുടെ പേരാണ് താറ്. സോ ലോക്കൽ താറ്, അതായത് ഈ താർ വണ്ടി അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ ആവില്ലേ? ലോക്കൽ താർ. ഓക്കെ അല്ലേ? ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടിയുണ്ട്. ഈ രണ്ടിലും ഇതിലും ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താ ടെസ്റ്റ്? സപ്പോസിംഗ്ലി ഹൗസ് കീപ്പിംഗ് സർവീസ്, അക്കോമഡേഷൻ സർവീസ്, ലോക്കൽ ഡെലിവറി, പുതിയതായി വന്ന ലോക്കൽ ഡെലിവറി സർവീസിലും സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ, ഈ പറഞ്ഞ സപ്ലയർ എന്താണ്? രജിസ്റ്റേർഡ് ആണ്. ഇവര് രജിസ്റ്റേർഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ അല്ല എന്ത് കൊടുക്കേണ്ടത്? GST കൊടുക്കേണ്ടത്. അപ്പോ സപ്ലയർ തന്നെയാണ്. അപ്പൊ നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? സപ്ലയർ തന്നെയാണ് GST കൊടുക്കേണ്ടത്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ കൊടുക്കണം. പക്ഷെ ഈ കേസിൽ ഈവൻ ഇതേ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടി ഈ പറയുന്ന സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ സപ്ലയർ തന്നെയാണ് GST കൊടുക്കേണ്ടത്. ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ വരും? ഹൗസ് കീപ്പിംഗ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. ഈ 3 സിറ്റുവേഷനകത്തും സപ്ലയർ രജിസ്റ്റേർഡ് ആണോ? ദെൻ സപ്ലയർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? GST കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ ഇതാണ്, ഇതിലൊരു അമെന്റ്മെന്റ് ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ദെൻ അമെന്റ്മെന്റ് അടങ്ങുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ബൈ.